1977 ജനുവരി 31 രാത്രി സമയം കാലിഫോർണിയയിലെ സാൻജോസ് നഗരത്തിലെ ലയൺസ് ഡെൻ ബാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടിക്കെത്തിയതായിരുന്നു 24-കാരിയായ ജീനറ്റ് റാൽസ്റ്റൺ. ബാറിൽ ആഘോഷം പൊടിപൊടിക്കുന്നു. അതിനിടയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ജീനറ്റ് പുറത്തേക്കിറങ്ങി. പക്ഷേ പിന്നീട് അവൾ തിരിച്ചു വന്നതേയില്ല. പരിഭ്രാന്തരായ സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകി. അന്ന് രാത്രി മുഴുവൻ തിരച്ചിലും നടത്തി. എന്നിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ ബാറിന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ലോട്ടിൽ ഒരു ഫോക്സ് വാഗൻ ബീറ്റിൽ കാർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. അടുത്തുപോയി നോക്കുമ്പോൾ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു യുവതിയുടെ മൃതദേഹം. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളമായി കഴുത്തിൽ ഒരു ഷർട്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം. ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ലക്ഷണങ്ങളും ഒറ്റനോട്ടത്തിൽ തന്നെ കാണാമായിരുന്നു. ജീനറ്റ് റാൽസ്റ്റണിന്റെ സുഹൃത്തുക്കളെത്തി മൃതദേഹം അവളുടേതാണെന്ന് സ്ഥിരീകരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ആർക്കും. അവൾക്കാരെങ്കിലുമായി പ്രശ്നമുള്ളതായും അവർക്കറിവില്ലായിരുന്നു. എന്നാൽ ഒരു അപരിചിതനായ വ്യക്തിക്കൊപ്പമാണ് ജീനറ്റ് ബാറിൽ നിന്ന് പോയതെന്ന് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി. യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ഷർട്ടും കാറിൽ നിന്ന് കണ്ടെത്തിയ സിഗരറ്റ് പാക്കറ്റുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവയിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളവും DNA സാമ്പിളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണവും നടന്നു. എന്നാൽ പലതവണ അന്വേഷണം നടത്തിയിട്ടും FBI ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിലെ രേഖകളോടൊന്നും അവ പൊരുത്തപ്പെട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്താനാകാതെ പോയതോടെ കേസ് ഏറെക്കുറെ അവസാനിച്ച മട്ടായിരുന്നു. എന്നാൽ കേസ് ഏറ്റെടുത്ത ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി റോബ് ബേക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണവുമായി മുന്നോട്ട് തന്നെ പോയി. കഴിഞ്ഞ വർഷമാണ്, അതായത് 2024-ലാണ് അവസാന ശ്രമമെന്ന നിലയ്ക്ക് ക്രൈംസിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന കൂടി നടത്തിയത്. അന്വേഷണത്തിൽ നിർണായകമായ സൂചനകൾ ലഭിച്ചു. 2018-ൽ FBI നടത്തിയ സെർച്ച് അൽഗോരിതം അപ്ഡേറ്റ് ആണ് ഇത്തവണ തുണയായത്. സാൻജോസ് പോലീസിലെ വിരലടയാള വിദഗ്ധരാണ് ആ നിർണായക വിവരം കൈമാറിയത്. ഒഹായോയിലെ ജെഫേഴ്സൺ സ്വദേശി വില്ലി യൂജിൻ സിംസിന്റെ വിരലടയാളവുമായി കാറിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ ഒത്തുപോകുന്നതായി അവർ കണ്ടെത്തി. ആ സിഗരറ്റ് പായ്ക്കായിരുന്നു നിർണായകമായത്. ക്ലീവ്ലാൻഡിലെ അഷ്ടബ്യൂല കൗണ്ടിയിലേക്ക് താമസം മാറിയിരുന്നു പ്രതി. അപ്പോഴേക്കും അന്വേഷണ സംഘം അഷ്ടബ്യൂലയിലെത്തി സിംസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ഏപ്രിൽ 9-ന് പ്രതിയെ സാൻജോസിലെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ 21-കാരനായ വില്ലി യൂജൻ സിംസ് സാൻജോസിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ ഫോർട്ട് ഓർഡിലെ സൈനിക താവളത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജീനറ്റിന്റെ കൊല നടന്ന തൊട്ടടുത്ത വർഷം മറ്റൊരു ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിരുന്നു അയാൾ. മോണ്ടറി കൗണ്ടിയിൽ ഒരു യുവതിയെ കത്തികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കവർച്ച നടത്തിയതിനുമായിരുന്നു കേസ്. സംഭവത്തിൽ 4 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അയാൾ. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അമ്മയുടെ കൊലയാളിയെ കണ്ടെത്തിയ അന്വേഷണ സംഘത്തിന് ജീനറ്റിന്റെ മകൻ അലൻ റാൽസ്റ്റൺ നന്ദി അറിയിച്ചിട്ടുണ്ട്. അമ്മ കൊല്ലപ്പെടുമ്പോൾ വെറും 6 വയസ്സായിരുന്നു അലന്. പോലീസ് ഇപ്പോഴും കേസ് അന്വേഷണം തുടരുന്നുണ്ട് എന്ന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമ്മയുടെ ഘാതകനെ പിടികൂടാൻ പോവുകയാണെന്ന് പോലീസ് ഫോൺ വിളിച്ചറിയിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. സ്വന്തം ജന്മദിനത്തിലാണ് ആ സന്തോഷ വാർത്ത ലഭിക്കുന്നത്. അതിലും നല്ലൊരു ജന്മദിന സമ്മാനം വേറെ ലഭിക്കാനില്ലെന്നും അലൻ റാൽസ്റ്റൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു.